ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ കട്ട ഫാനായിട്ടുള്ള തനുമോള് ഈ നെയ്മറെ ജയിച്ചിട്ട് നിൽക്കുന്നതിൻ്റെ കഥ പറഞ്ഞു തരട്ടെ. ഒരു ദിവസം രാവിലെ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് അവൾ പറയാത്രേ, ഉപ്പപ്പാ എനിക്കൊരു ജേഴ്സി വാങ്ങണം, ഒന്ന് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ഉപ്പ ചോദിച്ചു അത്ര ഒക്കെ വാങ്ങാം, ഏതാ വേണ്ടതെന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ അവൾ പറഞ്ഞത്ര, എനിക്ക് റൊണാൾഡോനെയാണ് ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്, പക്ഷെ അവൻ്റെ ജേഴ്സി ഒരു രസമല്ല, അപ്പോൾ ആ കളർ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് എല്ലോ ആണ് ഇഷ്ടം, എനിക്ക് നെയ്മറുടെ ജേഴ്സി മതി എന്ന് പറഞ്ഞു അത്ര. അങ്ങനെ ഓക്കെ അവളെ കൂട്ടിയിട്ട് ഇപ്പം പോയിട്ട് ഈ കാണുന്ന ജേഴ്സി വാങ്ങിച്ചിട്ട് അങ്ങനെ വന്ന് അന്ന് രാത്രിയാണ് പോർച്ചുഗലിൻ്റെ കളിയിൽ 5 ഗോളിന് പോർച്ചുഗൽ ജയിക്കുന്നത് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോയിട്ട് ഉപ്പപ്പാനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് അവൾ പറഞ്ഞു അത്ര, ഇപ്പപ്പ നമുക്ക് ജേഴ്സി കൊണ്ടുപോയിട്ട് മാറ്റിച്ചിട്ട് ക്രിസ്ത്യാനോൻ്റെ റെഡ് ജേഴ്സി ഉണ്ടല്ലോ അതെടുത്തിട്ട് വരല്ലേ എന്ന് ചോദിച്ചു അത്ര. അപ്പോൾ ഉപ്പ ചോദിച്ചു അത്ര, എന്തിനാണ് മോളെ, എന്നോട് ചോദിച്ചിട്ട് നമ്മൾ രണ്ടാളോട് പോയി വാങ്ങിച്ചാലേ, എന്തിനാ ഇനിയിപ്പോൾ അത് മാറ്റണം എന്ന് ചോദിച്ചു അത്ര. അപ്പോൾ അവൾ പറയാത്രേ, അല്ല പപ്പ ഞാൻ അറിഞ്ഞപ്പോൾ ഇത് 5 ഗോളിനൊക്കെ ജയിക്കുന്നുള്ളത്, എനിക്ക് ആ ജേഴ്സി വേണം എന്ന് പറഞ്ഞത്രേ. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് ഇപ്പം ചന്തപ്പുരയിൽ സകല കടയിലും കയറിയിട്ട് അവൾക്ക് ഭാഗത്തുള്ള ജേഴ്സി കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവൾ സ്കൂളിലെ സെലിബ്രേഷൻ എന്തായാലും നെയ്മറായിട്ടാണ് പോയിട്ടുള്ളത്. തിരിച്ചു വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തായി സ്കൂളിലെ സെലിബ്രേഷനൊക്കെ എന്തായി, അതായത് ഫാൻസിൻ്റെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത്ര, എന്തായി എന്ന് ചോദിച്ചു. ഇല്ലപ്പോൾ കുഴപ്പമൊന്നുമില്ല, ക്രിസ്ത്യാനോക്ക് ആൾ കുറവായിരുന്നു, ഈ യെല്ലോ ടീഷർട്ടിനായിരുന്നു കൂടുതൽ ആളുകൾ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ജേഴ്സിയുടെ ഭംഗി നോക്കിയിട്ടാണ് ഫാനാവുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യാനോ അടുത്ത വർഷത്തിലെങ്കിലും നല്ല യെല്ലോ ഷെയ്ഡുള്ള ജേഴ്സി ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ടോ. ഓക്കെ, ബൈ.